ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഷെയ്ൻ നിഗം നായകനായി നവാഗതനായ ഉണ്ണി ശിവലിംഗം തിരക്കഥയിൽ സംവിധാനം ചെയ്ത് ഇന്നലെ സെപ്റ്റംബർ 26 വെള്ളിയാഴ്ച തിയേറ്ററിൽ പോസിറ്റീവ് അഭിപ്രായം നേടിയെടുത്ത ഒരു സ്പോർട്സ് ഗ്യാങ്സ്റ്റർ ആക്ഷൻ ത്രില്ലർ സിനിമയാണ് ബൾട്ടി. തമിഴിലും മലയാളത്തിലും ഒരേ സമയം റിലീസ് ചെയ്ത് മികച്ച അഭിപ്രായം നേടിയെടുത്ത ഈ സിനിമയിൽ സെൽവരാഘവൻ, ശാന്തനു ഭാഗ്യരാജ്, പ്രീതി അസ്രാണി, അൽഫോൺസ് പുത്രൻ എന്നിങ്ങനെയാണ് മറ്റ് താരങ്ങൾ. ഈ സിനിമയുടെ ആദ്യ ദിവസമായ ഇന്നലെ വെള്ളിയാഴ്ചയിലെ കേരള കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ 85 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. സിനിമയുടെ ആദ്യ ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ സംബന്ധമായ അപ്ഡേറ്റ് ഇതുവരെ പുറത്തു വന്നിട്ടില്ലെങ്കിലും 2 കോടി റേഞ്ചിലാണ് പ്രതീക്ഷിക്കുന്നത്. അതേസമയം രണ്ടാം ദിവസമായ ഇന്ന് ശനിയാഴ്ച ഈ സിനിമയുടെ ബുക്കിംഗ് തുടരുന്നത് ഇന്നലത്തെ റേഞ്ചിൽ തന്നെയാണ്. എന്നാൽ കല്യാണി പ്രിയദർശൻ, നസ്ലേൻ എന്നിവർ പ്രധാന താരങ്ങളെ ഡൊമിനിക്കരും തിരക്കഥയിൽ സംവിധാനം ചെയ്ത ലോക ചാപ്റ്റർ 1 ചന്ദ്ര ഇക്കഴിഞ്ഞ 30 ദിവസങ്ങൾക്കിടയിൽ ഇന്നലെ മാത്രമാണ് കേരള ബോക്സ് ഓഫീസിൽ 2ാം സ്ഥാനത്തേക്ക് പോയത്. ബൾട്ടി ഇന്നലെ കേരളത്തിൽ 85 ലക്ഷം കളക്ട് ചെയ്തപ്പോൾ ലോക കളക്ട് ചെയ്തത് 70 ലക്ഷം രൂപയാണ്. എന്നാൽ ലോക 29ാം ദിവസമായ വ്യാഴാഴ്ച കേരളത്തിൽ 65 ലക്ഷം രൂപയായിരുന്നു കളക്ട് ചെയ്യുന്നത്. അപ്പോൾ 29ാം ദിവസത്തെ അപേക്ഷിച്ച് 30ാം ദിവസമായ ഇന്നലെ വെള്ളിയാഴ്ച കേരളത്തിൽ കളക്ഷൻ കൂടുകയാണ് ഉണ്ടായത്. 31ാം ദിവസമായ ഇന്ന് ശനിയാഴ്ച ഈ സിനിമയുടെ കളക്ഷൻ കേരളത്തിൽ വീണ്ടും കൂടിയിട്ടുണ്ട്. അതനുസരിച്ചുള്ള ബുക്കിംഗ് ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ന് ബൾട്ടിയേക്കാൾ കൂടുതൽ കളക്ഷൻ കേരളത്തിൽ ലോക നേടിയെടുക്കാനാണ് സാധ്യത. അതോടൊപ്പം തന്നെ ലോക ചാപ്റ്റർ 2 അനൗൺസ്മെന്റ് വീഡിയോയും ഇന്ന് പുറത്തു വന്നിട്ടുണ്ട്. ടോവിനോ തോമസ് കേന്ദ്ര കഥാപാത്രമായി ചാത്തന്റെ കഥ പറയുന്ന 2ാം ഭാഗത്തിന്റെ തിരക്കഥ സംവിധാനം നിർവഹിച്ചിട്ടുള്ളത് ഡൊമിനിക് അരുൺ തന്നെയാണ്. ടോവിനോ തോമസിനൊപ്പം ദുൽഖർ സൽമാൻ കൂടി അഭിനയിക്കുന്ന ഈ സിനിമയുടെ 2 മിനിറ്റ് 56 സെക്കൻഡ് ദൈർഘ്യമുള്ള അനൗൺസ്മെന്റ് വീഡിയോ ആണ് ഇന്ന് പുറത്തു വന്നിട്ടുള്ളത്. മോഹൻലാൽ നായകനെ സത്യനന്ദിക്കാട് സംവിധാനം ചെയ്ത് ഓണർ റിലീസായി തിയേറ്ററിലെത്തിയ ഹൃദയപൂർവ്വം എന്ന സിനിമ ജിയോ ഹോട്ട്സ്റ്റാർ വഴി ഇക്കഴിഞ്ഞ വ്യാഴാഴ്ച രാത്രി 12 മണിക്ക് OTT റിലീസ് പൂർത്തിയാക്കിയിരുന്നു. സിനിമ OTT റിലീസ് ചെയ്തെങ്കിലും ഇന്നലെ വെള്ളിയാഴ്ചയും ഈ സിനിമ കേരളത്തിൽ 3,60,000 രൂപ കളക്ട് ചെയ്തിട്ടുണ്ട്. ടോട്ടൽ 41,92 ലക്ഷം രൂപയാണ് ഈ സിനിമയുടെ 30 ദിവസത്തെ കേരള കളക്ഷൻ. വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 76,50 ലക്ഷം റേഞ്ചിലാണ് ഈ സിനിമയുടെ കളക്ഷൻ എത്തി നിൽക്കുന്നത്. ആസിഫ് അലി, ജിത്തു ജോസഫ് കോംബോയുടെ മിറാജ് എന്ന സിനിമ 8ാം ദിവസമായ ഇന്നലെ വെള്ളിയാഴ്ച കേരളത്തിൽ കളക്ട് ചെയ്തത് 15,25,000 രൂപയായിരുന്നു. 8 ദിവസം കൊണ്ട് 4,78 ലക്ഷം രൂപയാണ് ഈ സിനിമ കേരള കളക്ഷനായി സ്വന്തമാക്കിയിട്ടുള്ളത്. സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷനുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ് വന്നിട്ടില്ലെങ്കിലും ഏകദേശം 6.5 കോടിക്ക് മുകളിൽ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. നോബൽ ബാബു തോമസ് തിരക്കഥ എഴുതി വിനീത് ശ്രീനിവാസൻ സംവിധാനം ചെയ്യുന്ന കരം എന്ന സിനിമ ഈ കഴിഞ്ഞ സെപ്റ്റംബർ 25 വ്യാഴാഴ്ചയാണ് തിയേറ്ററിലെത്തിയത്. മിക്സഡ് അഭിപ്രായം മാത്രം നേടിയെടുത്ത ഈ സിനിമ ആദ്യ ദിവസം 55 ലക്ഷം രൂപയാണ് കേരളത്തിൽ കളക്ട് ചെയ്തത്. ഇന്നലെ 2ാം ദിവസമായ വെള്ളിയാഴ്ച ഈ സിനിമ കേരളത്തിൽ 22,50,000 രൂപ മാത്രമാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. 2 ദിവസം കൊണ്ട് 77,50,000 രൂപ കളക്ട് ചെയ്ത ഈ സിനിമ വേൾഡ് വൈഡ് കളക്ഷനായി 1 കോടിക്ക് മുകളിൽ നേടിയെടുത്തിട്ടുണ്ട്. മുഹാഷിൻ സംവിധാനം ചെയ്ത് സെപ്റ്റംബർ 19 മിറാജ് എന്ന സിനിമയ്ക്ക് തിയേറ്ററിലെത്തിയ മലയാള സിനിമയാണ് വള. ധ്യാൻ ശ്രീനിവാസൻ, ലുക്മാൻ വിജയരാഘവൻ, ശാന്തകൃഷ്ണ, രവീണ രവി എന്നിങ്ങനെ താരനിരയുള്ള ഈ സിനിമ 8ാം ദിവസമായ ഇന്നലെ വെള്ളിയാഴ്ച കേരളത്തിൽ 1,60,000 രൂപ മാത്രമാണ് കളക്ട് ചെയ്തത്. നിലവിൽ 8 ദിവസത്തെ കേരള കളക്ഷൻ 92 ലക്ഷം രൂപയാണ്. 8 ദിവസത്തെ ഈ സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് ഏകദേശം 1,30,00,000 റേഞ്ചിലാണ്. ഹൃതിക് റോഷൻ, NT രാമറാവു ജൂനിയർ എന്നിവർ പ്രധാന താരങ്ങളെ അയൻ മുഖർജി സംവിധാനം ചെയ്ത് ഓഗസ്റ്റ് 14 തിയേറ്ററിലെത്തി പരാജയം ഏറ്റുവാങ്ങിയ ബോളിവുഡ് സിനിമയാണ് വാർ 2. കിയാര അദ്വാനി, അനിൽ കപൂർ, അശുതോഷ് റാണ എന്നിങ്ങനെ താരനിരയുള്ള ഈ സിനിമ യാഷ് രാജ് ഫിലിംസ് ആണ് നിർമ്മിച്ചിരുന്നത്. 325 കോടി ബഡ്ജറ്റ് പ്രതീക്ഷിക്കുന്ന ഈ സിനിമ ഫൈനൽ നെറ്റ് കളക്ഷനായി 244 കോടി 29 ലക്ഷം രൂപയും ഗ്രോസ് കളക്ഷനായി 288 കോടി 26 ലക്ഷം രൂപയുമാണ് കളക്ട് ചെയ്തത്. വിദേശ കളക്ഷനായി 83 കോടി ഉൾപ്പെടെ 371 കോടി 26 ലക്ഷം രൂപയാണ് ഫൈനൽ കളക്ഷൻ. ചിത്രത്തിന്റെ OTT റിലീസ് നെറ്റ്ഫ്ലിക്സ് വഴി ഈ വരുന്ന ഒക്ടോബർ ആദ്യവാരം ഉണ്ടാകും എന്ന റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. സെപ്റ്റംബർ 5 തിയേറ്ററിലെത്തി മികച്ച അഭിപ്രായം നേടിയ ഒരു സൈക്കോളജിക്കൽ ആക്ഷൻ ത്രില്ലർ തമിഴ് സിനിമയാണ് മദ്രാസി. ശിവകാർത്തികേയൻ നായകനായി AR മുരുകദോസ് തിരക്കഥ സംവിധാനം ചെയ്ത ഈ സിനിമയിൽ രുക്മിണി വസന്ത്, വിദ്യുത് ജവ്വാൾ, ബിജു മേനോൻ, വിക്രാന്ത്, ഷബീർ കല്ലറയ്ക്കൽ എന്നിങ്ങനെയാണ് മറ്റ് താരങ്ങൾ. സിനിമ പോസിറ്റീവ് അഭിപ്രായമാണ് നേടിയെടുത്തതെങ്കിലും ക്ലീൻ ഹിറ്റ് വിജയം ഈ സിനിമയ്ക്ക് നേടിയെടുക്കാൻ ഇതുവരെ ആയിട്ടില്ല. കേരളത്തിൽ 2 കോടി 50 ലക്ഷം കളക്ട് ചെയ്ത ഈ സിനിമ തമിഴ്നാട് കളക്ഷനായി 60 കോടിക്ക് മുകളിലും കളക്ട് ചെയ്തിട്ടുണ്ട്. വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 102 കോടിയോളം കളക്ട് ചെയ്ത ഈ സിനിമയുടെ OTT റിലീസ് ഈ വരുന്ന ഒക്ടോബർ 1 പൂർത്തിയാകുന്നതാണ്. ആമസോൺ പ്രൈം OTT പ്ലാറ്റ്ഫോം വഴിയാണ് സ്ട്രീമിംഗ് ആരംഭിക്കുന്നത്. ഈ സിനിമകളെ കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി പറയുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.